ഹലോ, ഒരു 10,000 റുപ്പീസ് വേണമല്ലോ. 2 ദിവസം മുമ്പല്ലേ ചേച്ചിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയത്? അതെ, അത് തീർന്നു പോയി. ബില്ല് കെട്ടാത്തോണ്ട് എന്റെ ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കുക. ഫോൺ ഇല്ലാതിരിക്കുന്നതാ നല്ലത്. അത് തീരുമാനിക്കുന്ന നീയാണോ? എന്ത് പറഞ്ഞാലും ശരി, ഇവിടുന്ന് പൈസ ഇനി കിട്ടൂല. ഞാൻ വാങ്ങും, നിനക്ക് കാണണോ? ഇത് കൊറേ കേട്ടതാ. ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് ആളെ പേടിപ്പിക്കല്ലേ. പേടിപ്പിക്കാനല്ല, നിന്നെയൊക്കെ കരയിക്കാൻ എനിക്കറിയാം. എല്ലാത്തിനും ഞാൻ കമ്പി എണിക്കും, കാണണോ? ഇത് കൊറേ പ്രാവശ്യമായല്ലേ പറയുന്നു. ആണുങ്ങളായ പ്രവർത്തി. ആ, ഒരു 10,000 രൂപ വേണം, അത്യാവശ്യം. ഞാൻ തരാത്ത ചേച്ചി തരുമോ? മല്ലി, നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ചേച്ചിയാ ചോദിക്കുമ്പോ കാശ് കൊടുത്ത് ഇത്രയും വഷളാക്കിയത്. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം ഒറ്റ പൈസ തരൂല, തീർച്ച. എന്നാ നീ കണ്ടോ, കരഞ്ഞ് കരഞ്ഞ് നീ എന്റെ കാല് പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. അതാ നല്ലത്. മല്ലി, ആ, നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുവച്ചു. ആ, എന്തായി ചികിത്സ? ചികിത്സിച്ച് തീർന്നോ? കുളിപ്പിച്ച് ഇല്ലാതാക്കുവോ? എന്താ അവൻ പറയുന്നത് സരോജിനി? ഒന്നുമില്ല, അത് പതിവ് പോലെ തന്നെ. അതല്ല, അവൻ വേറെന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. വർക്കി, എന്തോ? ആ വാതിലടച്ചേര്. സുരേഷ്, 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 സുരേഷ്. സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇവർക്ക് വീട്ടിലേക്ക് പോകാമല്ലോ? DVSP വന്നിട്ട് പോവാം. ഞങ്ങളിവിടെ ഇരിക്കാം. മിസ്റ്റർ മേനോ പൊയ്ക്കോട്ടെ. ഹീസ് ഹാർട്ട് പേഷ്യന്റ്. ശരി. എന്നാ മേനോ സാർ പൊയ്ക്കോളൂ.
ആ ആ എടുത്തു. CI പീറ്റർ എവിടെ? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കാം. സാറും കൂടെ പോയിട്ടുണ്ട്. ഓ, ശവത്തിന് കാവൽ വെക്കാൻ അവനെ കൊള്ളുള്ളൂ. പാവതികളിരിക്കൂ. താനുണ്ടായിരുന്നു എവിടെ? ആ, ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കൊലപാതകം നടന്നു, അത്രേ ഉള്ളൂ. ആരാ മരിച്ചത്? സുരേഷ്, ഇവരുടെ ഒരു കസിനാ. നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങളുടെ പേരെന്താ സിസ്റ്റേഴ്സ്? പേരില്ലേ? അതൊക്കെ അവർ CIയോട് പറഞ്ഞു കഴിഞ്ഞു. നോ നോ, എന്നോടാ പറയേണ്ടത്. ഐ ആം സീനിയർ ഓഫീസർ. പേര് പറഞ്ഞേ. എന്റെ പേര് ലത. ഇവളെന്റെ അനിയത്തി മാലിനി. കൊല്ലപ്പെട്ടയാൾ ഏത് വഴിക്കാ നിങ്ങളുടെ കസിൻ? അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകൻ. ഈ സുരേഷിന് ആരൊക്കെയുണ്ട്? ആരുമില്ല, ഒറ്റ മകനാ. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താ ബിസിനസ്? എല്ലാം വിശദമായി CA സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ടെൽ മീ, എന്താ ബിസിനസ്? എസ്റ്റേറ്റ് ഉണ്ട്. ആ, അത് ശരി. അപ്പൊ ഭാഗം വെക്കാത്ത സ്വത്ത് ചേട്ടന്റെ മകൻ ഷെയർ ചോദിച്ചു, ഇളയച്ചൻ കൊടുത്തില്ല, വഴക്ക്, കൊല. ഇറ്റ് ഈസ് സോ സിമ്പിൾ. സാർ, ഇവരുടെ അച്ഛൻ കുറെ കാലമായി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് കിടപ്പിലാണ്. ഞാൻ തന്നോട് ചോദിച്ചില്ല, തനിക്ക് വല്ല അറ്റാക്ക് വന്നിട്ടുണ്ടോ? കുറെ നേരെ ചൊറിഞ്ഞു നിൽക്കണേ. ആ, താ ഒരു കാര്യം ചെയ്യും. ഒരു ഡമ്മി ടെസ്റ്റ് അറേഞ്ച് ചെയ്യാ. ഒരു ഡമ്മി വെറുതെ മുകളിലേക്കെറിയ, ഒരു ഡമ്മി താഴ്ത്തിക്കിട. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒരു ചെറിയ സ്കെയിൽ വെച്ച് അളക്കുക. അത് എത്രയാണോ അതായിരിക്കും കൊലപാതകയുടെ വയസ്സ്. താൻ നോക്കണ്ട, ഡമ്മി ടെസ്റ്റ് ഞാൻ തെളിയിക്കും. നിങ്ങൾ എന്ത് കുന്തം വേണം തെളിയിക്കും? താൻ ആരെ വയലുള്ളത് നോക്കിക്കണേ. പോയി ഡമ്മി തയ്യാറാക്ക്, ഇല്ലെങ്കിൽ തന്നെ ഞാൻ മുകളിൽ താഴ്ത്തിക്കിടും. ചെല്ലിടും. വല്ലാത്ത ഷോക്കായി പോയി. പേഴ്സണലി സുരേഷിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനൊരു അവസാനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓർക്കുമ്പോ വല്ലാത്ത വിഷമം. പോലീസ് ഇവിടെ വന്നിരുന്നോ? 2-3 പ്രാവശ്യം വന്നു. മാറി മാറി എല്ലാരും ക്വസ്റ്റ്യൻ ചെയ്തു. രോഗിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും ഇല്ലാതെയാണ് അച്ഛനെ അവർ ചോദ്യം ചെയ്തത്. പോലീസല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അവരൊരു രീതി. ഇപ്പൊ അച്ഛൻ എങ്ങനെ ഉണ്ട്? കൂടുതലും ഇല്ല, കുറവുമില്ല, അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എവിടെ പോയി? ബാങ്കിൽ പോയതാ, ഇപ്പൊ വരും. ഓ, എങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, പിന്നെ വരാം. ആ, എക്സ്ക്യൂസ് മീ. യു സീംസ് ടു ബി റെസ്റ്റ്ലെസ്. എന്താ കാര്യം? ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. മാലിന്യ ഉപയോഗിക്കുന്നത് 118 കാറാണോ? അതെ, എന്താ കാര്യം? സംശയമല്ലാത്ത അസുഖമാണ്. പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ കുറിച്ചാവുമ്പോ ഞാൻ വല്ലാതെ റെസ്റ്റ്ലെസ് ആവും. ദാറ്റ്സ് മൈ നേച്ചർ. തുറന്നു ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. സുരേഷ് കൊല്ലപ്പെട്ട ദിവസം രാത്രി ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവനെ കാണാൻ. പക്ഷേ കണ്ടത് അവന്റെ ഡെഡ് ബോഡിയാ. വീടിന്റെ കോമ്പൗണ്ടിൽ ഞാൻ കയറുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു വെള്ള 118 കാർ അതിവേഗത്തിൽ ഓടിച്ചു പോകുന്നത് കണ്ടു. ഓടിച്ചിരുന്ന ആരാണെന്ന് വ്യക്തമായില്ല. മാലിനി ആ സമയത്ത് അവിടെ പോയിരുന്നു. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? അല്ല, ഐ വാസ് ജസ്റ്റ് ക്ലിയറിംഗ് എ ഡൗട്ട്. പോയിരുന്നോ? ഞാൻ എങ്ങനെ എന്റെ കാറിൽ പോകും? 4-5 ദിവസമായിട്ട് അത് വർക്ക്ഷോപ്പിലാ. ഡോക്ടർ മോഹനാ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് നോക്കൂ. എനിക്കാരോടും സംശയം ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു സംശയം തീർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം. ഇത് രക്തം തന്നെയാണോ അതോ മറ്റു വല്ലതുമാണോ എന്നറിയണം. വഴിയില്ലേ? ഷുവർ, ഉടനെ വേണം. വേണം. ഒരു അരമണിക്കൂർ എടുക്കും. സാറല്ലേ ഞാൻ പറ്റിയ? ഹലോ ഡോക്ടർ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? അന്നും മേനോന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. ഓ മിസ്റ്റർ ഹരിഹരൻ. സെയിം. ഡോക്ടർ എന്താ ഇവിടെ? നല്ല ചോദ്യം. ദിസ് ഇസ് മൈ ക്ലിനിക്. ഓഹോ, കാരണം എന്താ ഇവിടെ? എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയേ? ഇല്ല, അരമണിക്കൂർ എടുക്കുന്നു. ദെൻ കമോൺ, എന്റെ മുറിയിലെത്തിക്കാം. ഓക്കെ.